ക്ഷീരമുള്ളോരകിടിൻ ചോട്ടിലും ചോര തന്നെ യൂത്ത് കോൺഗ്രസിന് സാദർ. എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞു എന്നല്ലേ? വയനാട് ദുരന്തമുണ്ടായി 2 ആഴ്ച പിന്നിടുമ്പോൾ കോൺഗ്രസിൻ്റെ കോഴിക്കോട് ചേളന്നൂർ യൂണിറ്റ് പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പരാതി ഇത് കൃത്യമായി തെളിയിക്കുകയാണ്. ചലഞ്ചുകൾ നടത്തി പണം കണ്ടെത്താൻ കഴിയുന്നില്ല. കാര്യം വേറെ ചിലർ ഇതിനെ അവസരമാക്കി മുൻകൂട്ടി തന്നെ പിരിച്ചെടുത്തുകൊണ്ടുപോയി വകമാറ്റി ചെലവാക്കിയത്രേ എന്ന് കമ്മ്യൂണിസ്റ്റുകാരല്ല പറഞ്ഞത്, ഏഷ്യാനെറ്റും മാധ്യമങ്ങളും. ദുരിതാശ്വാസത്തിന്റെ പേരിലെ പണപ്പിരിവിനെ ചൊല്ലി കോഴിക്കോട്ടെ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന വിവാദത്തെക്കുറിച്ചാണ് പറയുന്നത്. KSU സംസ്ഥാന നേതാവിന്റെ പേരിൽ പണം പിരിച്ച ശേഷം യൂത്ത് കോൺഗ്രസ് ചേളന്നൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് തുക വകമാറ്റി ചെലവഴിച്ചുവെന്ന് കാണിച്ചുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് സംസ്ഥാന നേതൃത്വത്തിന് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇത് വിവാദമായതോടെ ഇങ്ങനൊരു പരാതി നൽകിയിട്ടില്ല എന്ന വിശദീകരണവുമായി മണ്ഡലം കമ്മിറ്റി നേതൃത്വം രംഗത്തെത്തുകയും ചെയ്തു. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവാൻ പണസമാഹരണം നടത്തി വകമാറ്റി ചെലവിട്ടു എന്നതാണ് യൂത്ത് കോൺഗ്രസ് ചേളന്നൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അമൽ ദിവാനന്ദ് രാഹുൽ മാങ്കൂട്ടത്തിനയച്ച പരാതിയിൽ പറയുന്നത്. KSU സംസ്ഥാന സെക്രട്ടറി സനോജ് കുരുവട്ടൂരിന്റെ പേരിൽ പിരിവെടുത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അശ്വിൻ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അനസ് എന്നിവർ പണം തട്ടി എന്നതാണ് പരാതി. യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചലഞ്ചുകൾ നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയെന്നും പരാതിയിൽ പറയുന്നു. കേട്ടില്ലേ? എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടായാലും അതിൻ്റെ പേരിൽ പിരിവും സ്വന്തം നിലയ്ക്ക് പുട്ടടിയും. എന്തോന്നിടേ ഇത്? യൂത്തന്മാർക്ക് ദുരിതങ്ങളിലും ഒരു തരത്തിലും മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനമാണല്ലോ നടത്തുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാജം പ്രസിഡന്റിന് പരാതി കൊടുത്തതാണ് കോമഡി. പരാതി കൊടുത്തിട്ട് ഈ KSU നേതാക്കന്മാരെക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതാരോ ചോർത്തി മാധ്യമങ്ങൾക്കും കൊടുത്തു. ഉടനടി വ്യാജം പ്രസിഡന്റ് പറയുന്നു, ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല, പരാതി വ്യാജമാണത്രേ. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ ലെറ്റർ പാഡിലുള്ള ആ പരാതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിച്ചുറ്റി നടക്കുന്നുണ്ട്. ആ പരാതിയെക്കുറിച്ച് പരാതി ഉയർന്ന ആൾ പറഞ്ഞ മറുപടിയാണ് കേമം. എനിക്കെതിരെ ഒരു പരാതി കൊടുക്കണ്ടെങ്കിൽ ആദ്യം എന്നോട് ചോദിക്കണം, അത് ചോദിച്ചില്ല. ഇനി ചോദിക്കണ്ട, നേരെ പരാതി കൊടുത്ത സ്ഥിതിക്ക് അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ അടുത്തെത്തേണ്ട സാധനം എങ്ങനെ DYFIന്റെ ഓഫീസിലും മറ്റ് സംഘടനന്റെ അടുത്തെത്തി എന്നുള്ള അതിന് ഉത്തരവാദിത്തപ്പെട്ട ആരാണോ അവർ പറയണം. അപ്പോൾ സംഭവം പരാതി ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പരാതി ഉണ്ട്, DYFIയുടെ ഓഫീസിൽ കൊണ്ട് കൊടുത്തു എന്നുള്ളതാണ്. ആർക്കെതിരെയാണോ പരാതി ഉയർന്നത് അയാളുടെ ആരോപണം. എന്തായാലും ഏതെങ്കിലും ഒരു ദുരന്തം നാട്ടിലുണ്ടാകുമ്പോൾ ചിലർക്ക് അതിനെയും മറപിടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കണം. ഇതാണ് യൂത്തന്മാർ. വല്ലാത്ത ജാതി മനുഷ്യത്വം തന്നെടേ നിങ്ങൾക്ക്, പറയാതിരിക്കാൻ വയ്യ.